ഹായ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് ഒരു തിയറമായിരുന്നു പഠിച്ചത്, തിയറം 2.6. ആ 2.6 നമ്മൾ പഠിച്ചത് ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനും സീറോ വെക്ടറിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും, സീറോയിലേക്ക് മാപ്പ് ചെയ്യത്തുള്ളതാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ടി ഓഫ് മൈനസ് വി എന്ന് പറയുന്നത് മൈനസ് ഇൻറ്റു ടി ഓഫ് വി ആണെന്ന് പഠിച്ചു. അതേപോലെ പിന്നെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയുടെ അവിടെ പഠിച്ചു, ടി ഓഫ് ആൽഫ 1 v1 പ്ലസ് എക്സെട്ര ആൽഫ n vn എന്ന് പറയുന്നത് ആൽഫ 1 ഇൻറ്റു ടി വി 1 പ്ലസ് എക്സെട്ര ആൽഫ n ഇൻറ്റു ടി വി എൻ ആയിരിക്കും. ആ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ആ തിയറത്തിൽ പഠിച്ചത്. ഞാൻ പറഞ്ഞു, അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ടി ഓഫ് സീറോ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെ സംബന്ധിച്ചിടത്തോളം സീറോ തന്നെ ആയിരിക്കും. നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഒരു മാപ്പ് അവർ തന്നിരിക്കുന്നു. ഈ എക്സാമ്പിൾ 2.7 ഒരു മാപ്പ് ടി ഫ്രം ആർ ടു ആർ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ടി ഓഫ് എക്സ് ഈക്വൽ ടു 2x+3 എന്നാണ് അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് അവിടെ വെച്ച് തന്നെ പറയാം ഇതല്ല എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം. കാരണം എന്താ അറിയോ, ടി ഓഫ് സീറോ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 3 എന്നല്ലേ കിട്ടത്തുള്ളൂ. കാരണം എക്സിൻ്റെ പ്ലേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 × 0 + 3 നമുക്ക് എന്ത് കിട്ടും, 3 എന്ന് കിട്ടും. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ തന്നിരിക്കുന്ന ഈ ട്രാൻസ്ഫോർമേഷൻ എന്തല്ല, ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്ന് നമുക്ക് അവിടെ വെച്ച് തന്നെ പറയാൻ പറ്റും. അടുത്ത ചോദ്യം, 3 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഒരു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്, ജി ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഇതൊക്കെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസറും അല്ല എന്നാണ്. കാരണം ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ സ്കേലാർ പ്രോപ്പർട്ടി ഉണ്ട്. ഏത്, ഇപ്പം ടി ഓഫ് ആൽഫ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം, ആൽഫ ഇൻറ്റു ടി ഓഫ് എക്സിന് എഴുതാൻ പറ്റണം. അത് ഇവിടെ ട്രൂ അല്ല. കാരണം അറിയോ, എഫ് ഓഫ് 2 × 1 നമുക്ക് എന്ത് എഴുതാൻ സാധിക്കണം, 2 സ്കേലാറാണ്, ഇവിടെ 1 വെക്ടറായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. കാരണം 1 വെക്ടർ എന്ന് പറയാൻ കാരണം നമ്മുടെ വെക്ടർ സ്പേസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഏതാണ്, ആറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വെക്ടറായിട്ട് വരുന്നത് എന്തായിരിക്കും, ഈ റിയൽ നമ്പറുകൾ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 × 1 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് 2 എന്ന് പറയുന്ന സ്കേലാറും 1 എന്ന് പറയുന്ന വെക്ടറായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാൻ സാധിക്കണം, 2 × f(1) എന്ന് എഴുതാൻ സാധിക്കണം. പക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, എഫ് ഓഫ് 2 × 1, അതായത് എഫ് ഓഫ് 2 എത്രയാണ്, എക്സ് ക്യൂബ് ആയതുകൊണ്ട് 2 × 8. പക്ഷെ 2 × f(1) നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 2 × 1 ദാറ്റ് ഈസ് 2. കേട്ടോ, അപ്പോൾ അതെന്തല്ല, ഈക്വൽ അല്ല. അതുകൊണ്ട് എഫ് എന്തല്ല, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല. സിമിലർലി ജി നോക്കുക, ജി ഓഫ് 2π ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് എഴുതാൻ പറ്റണം, 2 × g(π) എന്ന് എഴുതാൻ സാധിക്കണം. പക്ഷേ ജി ഓഫ് 2π എന്ന് പറയുന്നത് 1ഉം 2 × g(π) എന്ന് പറയുന്നത് -2 ആണ്. സോ അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല. അടുത്ത മൂന്നാമത്തത് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. അവിടെയും നമ്മൾ നോക്കുന്നു, എച്ച് ഓഫ് 2π കണ്ടുപിടിക്കുന്നു. എച്ച് ഓഫ് 2π എച്ച് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ 2 × h(π) നമുക്ക് എഴുതാൻ പറ്റണം. പക്ഷെ അതെന്തല്ല, ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും ഈ പറയുന്ന എഫ് ജി എച്ച് ഒന്നും തന്നെ എന്തല്ല, ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് നമ്മൾ വെരിഫൈ ചെയ്ത് മറ്റേ ഹോമോജീനിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ സ്കേലാർ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് പ്രൂവ് ചെയ്തത്. ഇനി ഇവർ ഇതേ കാര്യം തന്നെ അഡിറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ടും അവർ എക്സ്ട്രാ ചെയ്ത് വെച്ചിട്ടുണ്ട്. എഫ് ഓഫ് 1 + 1 നമുക്ക് എന്ത് കിട്ടണം, എഫ് ലീനിയർ ആണെങ്കിൽ എഫ് ഓഫ് 1 + f(1) എന്ന് കിട്ടണം. പക്ഷെ അതല്ല, കാരണം എഫ് ഓഫ് 2 അല്ല, ഏത് 2 × f(1). അതിനാണ് ആക്ച്വലി മുകളിൽ പ്രൂവ് ചെയ്യുന്നത്, രണ്ടായിട്ട് എഴുതിയിരിക്കുന്നുള്ളൂ. സെയിം കാര്യം തന്നെ, ഇത് തന്നെയാണ് ഇത്. ഓക്കെ, ഇനി ജി ഓഫ് π + π നമുക്ക് എന്ത് കിട്ടണം, ജി ഓഫ് π + g(π) എന്ന് എഴുതാൻ സാധിക്കണം. അതുമല്ല, കാരണം നമ്മൾ മുകളിൽ കണ്ടതാ ഈ π + π എന്ന് വെച്ചാൽ ബേസിക്കലി എന്താ, ഈ 2π തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ, ഈ ജി ഓഫ് π + g(π) ആക്ച്വലി എന്താ, 2 × g(π). അതായത് ഈ മുകളിൽ പറയുന്ന അതേ കാര്യത്തെ തന്നെ അവർ അഡിറ്റീവ് ഉപയോഗിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും ഈ പറഞ്ഞ എഫും ജിയും എച്ചും ഒന്നും തന്നെ എന്തല്ല, ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്ന് നമുക്ക് വളരെ ട്രിവിയലായിട്ട് മനസ്സിലാവും. ഇനി അടുത്തൊരു കാര്യം, T1 T2 എന്ന് പറയുന്നത് 2 ലീനിയർ ട്രാൻസ്ഫോർമേഷനുകളാണ്. എവിടെ നിന്ന് ഇങ്ങോട്ട്, വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് T1 ഉം T2. എ ബി എന്ന് പറയുന്നത് 2 സ്കേലാറാണ്. നമ്മൾ പുതിയൊരു മാപ്പ് ഡിഫൈൻ ചെയ്തു. ടി എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്, വിന്ന് ഡബ്ല്യൂയിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ടി ഓഫ് എക്സ് ഈക്വൽ ടു എ × T1x + b × T2x ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന 2 T1-ൻ്റെയും T2-ൻ്റെയും എന്ത്
ആ ലീനിയർ ഒരു കോമ്പിനേഷൻ പോലൊരു സാധനം. ഇത് നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക. ഇതും എന്ത് തന്നെ ആയിരിക്കും? ഡെഫിനറ്റ് ആയിട്ടും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നെ ആയിരിക്കും. കാരണം T1ഉം T2ഉം എന്താണ്? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്കേലാർ മൾട്ടിപ്പിളിൻ്റെ സമ്മായിട്ട് വന്നിരിക്കുന്ന ആളാണ് ആര്? T(x). അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും എന്താണെന്ന്, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾക്കൊരു ഹോംവർക്ക് അടിയാൻ തരികയാണ്. ഇറ്റ് ഈസ് ഈസി ടു സീ ദാറ്റ്. അവർ പറയുന്നത് വളരെ എളുപ്പമാട്ടോ, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു ഹോംവർക്ക് ആയിട്ട് തരികയാണ്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം, കിട്ടിയില്ലെങ്കിൽ പറയാം. ഇനി അടുത്തൊരു കാര്യം, വി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെന്ന് ഇരിക്കുക. വി ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന് എന്തുണ്ടായിരിക്കും? ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഫൈനൈറ്റ് ഡയമെൻഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഡയമെൻഷൻ ഒരു n ആണെന്ന് വിചാരിക്കുക. എങ്കിൽ അതിൻ്റെ ബേസിസ് ആയിട്ട് നമുക്ക് ആരെ എടുക്കാം? V1, V2 എക്സെട്ര Vn എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ആയിട്ട് ചൂസ് ചെയ്യാം. നമുക്കതിനൊരു ബി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ബി എന്ന് പറയുന്ന ആള് ആരുടെ ബേസ് ആണ്? വിയുടെ ബേസ് ആണ്. എങ്കിൽ നമ്മുടെ വിക്കകത്തുള്ള ഏതൊരു വെക്ടർ സ്മോൾ വിയെയും നമുക്കൊരു യുണീക്ക് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ സാധിക്കും. ശരിയല്ലേ? അപ്പം നമ്മുടെ കോഎഫിഷ്യൻസ് എന്തായിരിക്കും? ഒരു there exist unique scalars α1 എക്സെട്ര α1 കിട്ടും. അത് ഉപയോഗിച്ച് വി നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ വി ഈക്വൽ ടു α1 V1 പ്ലസ് എക്സെട്ര α(n) Vn നമുക്ക് എഴുതാൻ സാധിക്കും. കാരണം എന്താ? V1 അപ് ടു Vn എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ആ ബേസിസ് എലമെന്റ് ആണ്. അപ്പോൾ ബേസിസിന്റെ പ്രത്യേകത ഇതാണ്, നമ്മുടെ വെക്ടർ സ്പേസിലുള്ള ഏതൊരു എലമെന്റിനും ആ ബേസിസ് എലമെന്റ് ഉപയോഗിച്ച് ഒരു യുണീക്ക് ലീനിയർ കോമ്പിനേഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. എങ്കിൽ നിങ്ങൾ ടി ഓഫ് വി കണ്ടുപിടിച്ച് നോക്കിയേ. ടി ഓഫ് വി നമുക്കപ്പോൾ എന്ത് എഴുതാം? ടി ഓഫ് α1 V1 എക്സെട്ര α(n) Vn എന്ന് എഴുതാം. ടി ലീനിയർ ആയതുകൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? α1 ഇൻറ്റു ടി V1 പ്ലസ് α2 ഇൻറ്റു ടി V2 പ്ലസ് എക്സെട്ര α(n) ഇൻറ്റു ടി Vn. ഇപ്പം നിങ്ങൾക്ക് ടി ഓഫ് വി കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടിയത്? അപ്പം നമ്മുടെ ടി ഓഫ് വി എന്ന് പറയുന്നത് ബേസിക്കലി ആരുടെ ലീനിയർ കോമ്പിനേഷൻ ആണ്? ഈ എക്സ്പ്രഷൻ നോക്കിയാൽ കാണാം. ടി ഓഫ് വി എന്ന് പറയുന്നത് ബേസിക്കലി ആരുടെ ലീനിയർ കോമ്പിനേഷൻ ആണ്? ഇറ്റ്സ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ടി ഓഫ് E1 എക്സെട്ര ടി ഓഫ് Vn. കണ്ടോ? വി എന്ന് പറയുന്നത് ഒരു ആർബിട്രറി വെക്ടർ ആയിരുന്നു. ആ വി എന്ന് പറയുന്നത് ക്യാപിറ്റൽ വിയിലുള്ള ഒരു ആർബിട്രറി വെക്ടറാണ്. ആ വെക്ടറിൻ്റെ ടി ഓഫ് വി കണ്ടുപിടിച്ചപ്പം നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഇതാ കിട്ടിയത്. ഇനി ഈ വി മാറ്റിയിട്ട് നിങ്ങൾ മറ്റൊരു വെക്ടർ W എടുത്തുന്നിരിക്കട്ടെ, എങ്കിൽ ടി ഓഫ് W കണ്ടുപിടിച്ചാലും അത് ഡെഫിനറ്റ് ആയിട്ട് ആരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും? ഇതേ ടി ഓഫ് V1 അപ് ടു ടി ഓഫ് Vn ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. ഇനി W മാറ്റി നിങ്ങൾ എനി വെക്ടർ ക്യാപിറ്റൽ വിയിലുള്ള ഏത് വെക്ടർ നിങ്ങൾ ചൂസ് ചെയ്താലും ടി ഓഫ് ആ പർട്ടിക്കുലർ വെക്ടർ എന്ന് പറയുന്നത് ആരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി കിട്ടും? ടി ഓഫ് V1, ടി ഓഫ് V2 എക്സെട്ര ടി ഓഫ് Vn കിട്ടും. അപ്പം ടി ഓഫ് വി എന്ന് പറയുന്ന ആൾ കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരെ ഉപയോഗിച്ചിട്ടാണ്? നമ്മുടെ ടി ഓഫ് V1, ടി ഓഫ് V2 എക്സെട്ര ടി ഓഫ് Vn. നമ്മുടെ കോഎഫിഷ്യന്റ് സ്കെയിലറുകൾ എന്തായിക്കൊണ്ടേയിരിക്കും? മാറിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളൂ. നമ്മുടെ ടി ഓഫ് V1, ടി ഓഫ് V2 എക്സെട്ര ടി ഓഫ് Vn ഒരു രീതിയിലുള്ള മാറ്റവും സംഭവിക്കത്തില്ല. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി നമുക്കൊരു തിയറം കൂടെ പഠിക്കാം, എന്നിട്ട് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. നമ്മുടെ തിയറം 2.8. 2.8 വളരെ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു തിയറാണ്. വളരെ ശ്രദ്ധിച്ചത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. എന്താണ്? വി ഡബ്ല്യു എന്ന് പറയുന്നത് രണ്ട് വെക്ടർ സ്പേസുകളാണ്. വിയും ഒരു വെക്ടർ സ്പേസ്, ഡബ്ല്യുവും മറ്റൊരു വെക്ടർ സ്പേസ് ഓവർ ദി സെയിം ഫീൽഡ്. നമുക്കറിയാം ലീനിയർ ട്രാൻസ്മിഷൻ പറയുമ്പോൾ എപ്പോഴും ഓവർ ദി സെയിം ഫീൽഡുള്ള വെക്ടർ സ്പേസുകളെ നമ്മൾ ചൂസ് ചെയ്തോളൂ. ബി എന്ന് പറയുന്നത് ആരുടെ ബേസിസ് ആണ്? വിയുടെ ബേസിസ് ആണ്. അപ്പം ബി എന്ന് പറയുന്നത് നമ്മുടെ വിയുടെ ബേസിസ് ആണ്. എങ്കിൽ പിന്നെ ഒരു കാര്യം കൂടെ, എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഈസ് എനി ഫങ്ഷൻ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ബി ബേസിസ് ആയതുകൊണ്ട് ബേസിസിലുള്ള എലമെൻറ്റുകൾക്ക് ഞാനൊരു V1 അപ് ടു Vn എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. ഓക്കെ, ഇത് വെക്ടേഴ്സാണ്. എഫ് എന്താ പറയുന്നത്? ഇതാണ് നമ്മുടെ ബി. എഫ് എന്താ? ബിയിൽ നിന്നും ഡബ്ല്യൂയിലേക്കുള്ള ഒരു ഫങ്ഷനാണ്. അതായത് ലീനിയർ ട്രാൻസ്ഫോർമേഷനോ അങ്ങനത്തെ ഒന്നുമില്ല, ജസ്റ്റ് ഫങ്ഷൻ. അപ്പോൾ ഫങ്ഷൻ ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഈ V1 എങ്ങോട്ടെങ്കിലും ഡബ്ല്യൂയിലെ ഏതെങ്കിലും ഒരു വെക്ടറിലേക്ക് മാപ്പ് ചെയ്യും. നമുക്കൊരു പേര് കൊടുക്കാം, ഒരു എഫ് ഓഫ് V1 എന്നോ വല്ല പേര് കൊടുക്കാം. ഓക്കെ,
ഇനി V2 എങ്ങോട്ട് പോകും? മറ്റൊരു എഫ് ഓഫ് V2യിലേക്ക് പോകും. ഈ Vn എങ്ങോട്ട് പോകും? എഫ് ഓഫ് Vnലേക്ക് പോകും. ഓക്കെ, ഈ മാപ്പിംഗ് ഒരു കണ്ടീഷൻ പാലിക്കാതെ നമ്മൾ ഏതൊരു ആർബിട്രറി ഫംഗ്ഷൻ ആണ്, പ്രത്യേകിച്ച് അങ്ങനെ കണ്ടീഷൻസ് വെരിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ലീനിയാരിറ്റി നോക്കിയിട്ടോ ഒന്നുമല്ല, ജസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിസിൽ നിന്നും ഡബ്ല്യൂയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, എങ്കിൽ എന്താ പറയുന്നറിയോ? അപ്പം ഈ ഫംഗ്ഷൻ V1നെ ഒരു സ്പെസിഫിക് എലമെന്റിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട് ഡബ്ല്യൂയിലെ, V2നെയോ ഡബ്ല്യൂയിലുള്ള ഒരു സ്പെസിഫിക് എലമെന്റിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്, എക്സെട്ര Vnനെയോ ആ ഡബ്ല്യൂയിലുള്ള ഒരു സ്പെസിഫിക് എലമെന്റിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. എങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റുന്നതാണ്? then there exists a unique linear transformation T. എങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷന്റെ ബേസിസിൽ, ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഈ ഫംഗ്ഷന്റെ ബേസിസിൽ നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ വിയിൽ നിന്നും ഡബ്ല്യൂയിലേക്ക് കണ്ടെത്താൻ പറ്റും. എങ്ങനെയാണെന്നറിയാവോ? ഈ ലീനിയർ ട്രാൻസ്ഫർമേഷൻ മുകളിൽ പറഞ്ഞ ഫംഗ്ഷൻ എങ്ങനെയാണോ ബേസിസ് എലമെന്റുകളെ മാപ്പ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ഇയാൾ മാപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഓഫ് V1 ഉറപ്പായിട്ടും എന്ത് കിട്ടും? ആ എഫ് ഓഫ് V1 തന്നെ കിട്ടും. അതേപോലെ ടി ഓഫ് V2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നെ കിട്ടും? എഫ് ഓഫ് V2 കിട്ടും. എക്സെട്ര ടി ഓഫ് Vn നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് Vn കിട്ടും. അതായത് ആ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ആ ഒരു യുണീക്ക് ലീനിയർ ട്രാൻസ്ഫർമേഷൻ കണ്ടെത്താൻ പറ്റും എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത് ഇൻഫാക്ട് ഇപ്പം V എന്ന് പറയുന്ന വെക്ടർ സ്പേസിൽ ഒരു എലമെന്റ് ആണെങ്കിൽ നമുക്ക് ബേസ് എലമെന്റ് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാമല്ലോ. എങ്കിൽ V നമുക്ക് എങ്ങനെ എഴുതാം? ഈ α1 V1 പ്ലസ് എക്സെട്ര ഒരു α_k Vk എന്ന് എഴുതാൻ പറ്റുന്നിരിക്കട്ടെ. ഈ VIകൾ എന്താ? ബേസിലെ എലമെന്റ്സ് ആണ്. എങ്കിൽ ടി ഓഫ് V നമ്മൾ എങ്ങനെ എഴുതാമെന്നാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്. ടി ഓഫ് വിയെ എങ്ങനെ എഴുതാമെന്നാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്. ടി ഓഫ് വി നമ്മൾ എങ്ങനെ എഴുതും? α1 × Tv1 പ്ലസ് എക്സെട്ര αn × Tvn എന്ന് എഴുതാൻ പറ്റുമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അതിന് പകരം ടി ഓഫ് വിയെ നമ്മളപ്പോൾ ഇവിടെ എന്ത് എഴുതി? ടി ഓഫ് വിയെ α1 × എഫ് ഓഫ് V1 പ്ലസ് എക്സെട്ര αk × എഫ് ഓഫ് Vk. എന്ത് മാറ്റമാണ് സംഭവിച്ചത്? നേരത്തെ ഇവിടെ എഫ് ഓഫ് V1ന്റെ പ്ലേസിൽ ടി ഓഫ് V1 ആയിരുന്നു. അതേപോലെ എഫ് ഓഫ് Vkയുടെ പ്ലേസിൽ എന്തായിരുന്നു? ടി ഓഫ് Vk. അങ്ങനെ എഴുതുന്നതിന് പകരം, കാരണം എന്താ? ടി ഓഫ് V1 എന്ന് വെച്ചാൽ ആരാ? എഫ് ഓഫ് V1 ആണ്. ടി ഓഫ് Vn എന്ന് പറയുന്ന ആരാ? എഫ് ഓഫ് Vn ആണ്. ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ കണ്ടു ടി ഓഫ് വിയെ എങ്ങനെ എഴുതാം? α1 Tv1 പ്ലസ് എക്സെട്ര αk Tvk. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതിന് പകരം നമ്മളതിനെ എങ്ങനെ എഴുതാൻ പറ്റും? കാരണം എന്താ? ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലാണ് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റൂ എന്ന് പറയുന്നത്? ടി എന്ന് പറയുന്ന ട്രാൻസ്ഫർമേഷൻ കണ്ടെത്താൻ പറ്റൂ എന്നാണ് നമ്മുടെ ക്ലെയിം. പ്രീഡിയ. അപ്പോൾ ഒരു ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാ? ബേസിസിൽ നിന്നും ഡബ്ല്യൂയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അത് തന്നെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്കൊരു ലീനിയർ ആയിട്ടൊരു ട്രാൻസ്ഫർമേഷൻ കണ്ടെത്താൻ പറ്റുമെന്നാണ് നമ്മുടെ തിയറം പറയുന്നത്. നമുക്ക് അതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആർബിട്രറി ആയിട്ടൊരു വെക്ടർ വി നമ്മൾ ക്യാപിറ്റൽ വിയിൽ ചൂസ് ചെയ്തു. നമ്മുടെ ബി എന്ന് പറയുന്ന ആൾ നമ്മുടെ ബേസിസ് ആണ്. അതുകൊണ്ട് നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ദെയർ എക്സസ് യുണീക്ക് വെക്ടേഴ്സ് V1 എക്സെട്ര Vk ആൻഡ് കറസ്പോണ്ടിങ് യുണീക്ക് സ്കേലേഴ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. വിയെ എങ്ങനെ എഴുതാൻ പറ്റും? α1 V1 പ്ലസ് എക്സെട്ര αk Vk എന്ന് എഴുതാൻ പറ്റും. ഇത് നമ്മുടെ ബേസിസിൻ്റെ ഡെഫിനിഷനാണ്, വേറൊന്നുമില്ല. എങ്കിൽ നമുക്കൊരു മാപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോണേ. നമ്മളിവിടെ ടി കണ്ടെത്താൻ പോവുക. നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം നമ്മൾ ടി ഫൈൻഡ് ചെയ്യാൻ പോവുക. നമ്മുടെ കയ്യിൽ നിലവിൽ ടി ഇല്ല. നമ്മളപ്പം ടി ഡിഫൈൻ ചെയ്യണം ആദ്യം, ശരിയല്ലേ? നമ്മൾ ഒരു ട്രാൻസ്ഫർമേഷൻ കണ്ടെത്താൻ പറ്റുമെന്നാണ് നമ്മുടെ ക്ലെയിം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ടി ഡിഫൈൻ ചെയ്യണം. ആ ടി എങ്ങനെ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയാണ്. ദെൻ ദ മാപ്പ് ടി ഫ്രം വി ടു ഡബ്ല്യു എങ്ങനെയാണ്? ടി ഓഫ് വി ഈക്വൽ ടു ഇതിങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. α1 V എഫ് ഓഫ് V1 പ്ലസ് എക്സെട്ര αk എഫ് ഓഫ് Vk. ഈ രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ വി ഈക്വൽ ടു ഇത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവിടുത്തെ സ്റ്റെപ്പ്. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഗസ് ചെയ്യും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പ്രകാരം ടി എന്താണെന്ന് പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. ആ ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണെന്ന് നമുക്ക് കൊണ്ടുവരണം. ഓക്കെ, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത്
നോട്ടീസ് ദാറ്റ് ദിസ് ഡെഫിനിഷൻ ടേക്ക് കെയർ ഓഫ് ദ അഗ്രിമെന്റ് ഓഫ് ടി വിച്ച് എഫ് ഓൺ ബി. നമ്മുടെ ടി എന്ന് പറയുന്നതും എഫ് എന്ന് പറയുന്നതും സെയിം, അതായത് ഇത് പ്രൂവ് ചെയ്യണം. ഇത് ടി ഓഫ് യു ഈക്വൽ ടു എഫ് ഓഫ് യു ആണോ ഫോർ ഈച്ച് യു എലമെന്റ് ഓഫ് ബി. ബേസിലുള്ള എലമെന്റിൽ ഇത് എഗ്രി ചെയ്യുന്നുണ്ടോ? നമ്മുടെ ക്ലെയിം അതല്ലേ, ടി ഓഫ് വി വൺ ഈക്വൽ ടു എന്തായിരിക്കും, എഫ് ഓഫ് വി വൺ ആയിരിക്കും. ടി ഓഫ് വി എൻ ഈക്വൽ ടു എഫ് ഓഫ് വി എൻ ആണോ? നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുക, ബേസിസിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കുക. അപ്പോൾ ബേസിസ് എലമെന്റ് വി വൺ എന്ന് പറയുന്നത് ബേസിസ് എലമെന്റ് ആണെന്ന് ഇരിക്കട്ടെ. എങ്കിൽ ബേസിസ് എലമെന്റ് ആയതുകൊണ്ട് വി വണ്ണ് നമ്മൾ എങ്ങനെ എഴുതും, 1 ഇൻറ്റു വി വൺ, ബാക്കിയെല്ലാം എന്താ 0 ഇൻറ്റു വി ടു പ്ലസ് എക്സെട്ര 0 ഇൻറ്റു വി കെ ആണല്ലോ. എങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത പ്രകാരം ടി ഓഫ് വി വൺ എന്ത് വരും, ആൽഫ വൺ ഇൻറ്റു എഫ് ഓഫ് വി വൺ എന്ന രീതിയിലല്ലേ. അപ്പം ആൽഫ വൺ ഇവിടെ 1 പ്ലസ് 0 ഇൻറ്റു എഫ് ഓഫ് വി ടു പ്ലസ് എക്സെട്ര 0 ഇൻറ്റു എഫ് ഓഫ് വി കെ. ഈ ടേം കംപ്ലീറ്റ് എന്തായിപ്പോയി, 0 ആയിപ്പോയി. നമുക്കിപ്പോൾ ഇവിടെ എന്ത് കിട്ടി, ടി ഓഫ് വി വൺ ഈക്വൽ ടു എഫ് ഓഫ് വി എൻ. ഇതിപ്പം ബേസിൽ ഒരു എലമെന്റ് ആയിരിക്കും. സിമിലർലി നമുക്ക് ബേസിലുള്ള എല്ലാ എലമെന്റുകൾക്കും ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത് എഗ്രി ചെയ്യുന്നുണ്ട്. ഏത്, ടി ഓഫ് യു ഈക്വൽ ടു എഫ് ഓഫ് യു ആണ് ഫോർ ഈച്ച് യു എലമെന്റ് ഓഫ് ദ ബേസിസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തുകൂടെ പ്രൂവ് ചെയ്യണം, ഈ ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ലീനിയാരിറ്റി പ്രൂവ് ചെയ്യുന്നു, സാറ്റിസ്ഫൈ ഉണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വെക്ടർ സ്പേസിൽ നിന്ന് 2 എലമെന്റ് എടുത്തു, എക്സും വൈയും, അതേപോലെ ഒരു സ്കെയിലാറും എടുത്തു. അപ്പം എക്സ് ബേസ് എലമെന്റ് ആയതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് വെക്ടർ സ്പേസിൽ എലമെന്റ് ആയതുകൊണ്ട് നമുക്ക് ബേസിസ് എലമെന്റിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. ഇവർ u1 അപ് ടു um എന്ന് എടുത്തിരിക്കുന്നത് ബേസിൽ എലമെന്റ് ആണ് കേട്ടോ. ബേസിൽ എലമെന്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്ന എലമെന്റ് ആണ് u1 അപ് ടു um. അപ്പം എക്സിന് നമുക്ക് ബേസ് എലമെന്റുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാം. വൈയെ നമുക്ക് എവിടുത്തെ എലമെന്റുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും, ആ ബേസിസ് എലമെന്റിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് എന്താ നോക്കണ്ടേ, ടി ഓഫ് എക്സ് പ്ലസ് ആൽഫ വൈ ഈക്വൽ ടു എന്ത് എഴുതാൻ സാധിക്കുന്നുണ്ടോ, ടി ഓഫ് എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ടി ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ആ പ്രോപ്പർട്ടി ആണല്ലോ ലീനിയാരിറ്റി നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, എക്സിന് പകരം എന്താ ഇതങ്ങോട്ട് കൊടുത്തു. ഇനി ആൽഫ വൈക്ക് പകരം ഈ വൈ നമ്മൾ ത്രൂ ഔട്ട് എന്തുകൊണ്ട് ഗുണിക്കുന്നു, ആൽഫ കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമ്മളിതാ ഇതങ്ങോട്ട് എഴുതി. ഇനി ബൈ ഡെഫിനിഷൻ നമുക്കിതിനെ എങ്ങനെ എഴുതാം, നിലവിൽ നമ്മുടെ ടി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിട്ടില്ല, നമ്മുടെ കയ്യിൽ ആകെയുള്ള ഡെഫിനിഷനാണ്. ഡെഫിനിഷനിൽ എങ്ങനെയാണ് ടി വർക്ക് ചെയ്യുന്നത് നോക്കിയേ, ഇതിങ്ങനെയാണ്. വി ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ടി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ശരിയാണല്ലോ. അപ്പോൾ അതേ പാറ്റേണിൽ തന്നെ നമ്മൾ എഴുതും. അപ്പം എന്ത് ചെയ്യും, ഫസ്റ്റ് സ്കെയിലാർ ഔട്ട് സൈഡ് എടുത്തു, ബീറ്റ 1 ഇൻറ്റു എഫ് ഓഫ് യു വൺ എക്സെട്ര പോയി ബീറ്റ എം ഇൻറ്റു എഫ് ഓഫ് യു എം പ്ലസ് അടുത്ത സ്കെയിലാർ ആൽഫ 1 ഗാമ 1 പുറത്തെടുത്തു ഇൻറ്റു എഫ് ഓഫ് വി വൺ പ്ലസ് എക്സെട്ര ആൽഫ ഗാമ എൻ പുറത്തെടുത്തു ഇൻറ്റു എഫ് ഓഫ് വി എൻ. ഇനി ബൈ ഡെഫിനിഷൻ എഗെയിൻ നമ്മൾ ഡെഫിനിഷൻ ഇത്രയും പാർട്ടിൽ നമ്മൾ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. ഇതിനെ നമുക്ക് എന്ത് എഴുതാം, ടി ഓഫ് എക്സ് എന്ന് നമ്മൾ എഴുതി. ഈ പാർട്ടിൽ നിന്ന് ഈ പാർട്ടിൽ നിന്നും നമ്മൾ ആരാ ഔട്ട് സൈഡ് എടുത്തു, ആൽഫ പുറത്തെടുത്തു. എന്നിട്ട് മിച്ചോല ടേം ഉണ്ടല്ലോ, മിച്ചോല ടേം ആരാ, ഗാമ 1 ഇൻറ്റു എഫ് ഓഫ് വി വൺ പ്ലസ് എക്സെട്ര ഗാമ ഇൻറ്റു എഫ് ഓഫ് വി എൻ ഉണ്ടല്ലോ. അതിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം, ടി വൈ. നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ടി എന്താണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ടി ലീനിയർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ടി ലീനിയർ ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ ഒറ്റ കാര്യം കൂടെ പ്രൂവ് ചെയ്താൽ മതി. നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്, ദെയർ എക്സിസ്റ്റ് എ യുണീക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുന്നത്. യുണീക്ക്നെസ് കൂടെ നമുക്ക് ഇനി ഇവിടെ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് യുണീക്ക്നെസ് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്യണം, ഓക്കെ, സപ്പോസ് മറ്റൊരു എസ്സും കൂടെ ഉണ്ടെന്നിരിക്കട്ടെ. എസ്സും ടിയും രണ്ടും ലീനിയർ ട്രാൻസ്ഫോർമേഷനുകളാണ്. എവിടെ നിന്ന് എങ്ങോട്ട്, ആ വിയിൽ നിന്നും ഡബ്ല്യൂയിലേക്ക്. ഓക്കെ, ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ എഫിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പം കണ്ടീഷൻ നിർബന്ധമാണ്. നമ്മുടെ ടി ഓഫ് യു എന്തായിട്ട് നമ്മളെടുത്ത് എഫ് ഓഫ് യു എങ്കിൽ നമ്മൾ പുതുതായിട്ട് കൺസിഡർ ചെയ്യുന്ന എസ് എന്ന് പറയുന്ന ഫംഗ്ഷനും എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, ആ എസ് ഓഫ് യു ഈക്വൽ ടു എഫ് ഓഫ് യു ആയിരിക്കണം ഫോർ എവരി യു എലമെന്റ് ഓഫ് ബി. ശരിയാണല്ലോ. അപ്പം എസ് ഓഫ് യു ഈക്വൽ ടു എഫ് ഓഫ് യു ആണ്. എസ് ഓഫ് യു ഈക്വൽ ടു എഫ് ഓഫ് യു ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ ടി ഓഫ് യു എന്തായിരിക്കണം, ആ എസ് ഓഫ് യു ആയിരിക്കണം ഫോർ എവരി എലമെന്റ് ഇൻ ദ ബേസിസ്. ശരിയാണേ. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും സാറ്റിസ്ഫൈ ആണ്. അതാണ് നമ്മൾ ഇരിക്കുന്നത്.
എസ് ഓഫ് യു ഈക്വൽ ടി ഓഫ് യു ഫോർ ഈച്ച് യു എലമെൻറ്റ് ഓഫ് വി. അപ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യാം സെയിം ആണോ. എസ് എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷനും ടി എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷനും എല്ലാ വെക്ടർ സ്പേസിലെ എല്ലാ എലമെൻറ്റിനും ഒരേപോലെ ആണോ നമുക്ക് വെരിഫൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെക്ടർ സ്പേസിൽ നിന്ന് ഒരു ആർബിട്രറി ആയിട്ടൊരു എലമെൻറ്റ് ഇസഡ് ചൂസ് ചെയ്യുന്നു. എങ്കിൽ ഇസഡിനെ നമുക്ക് ബേസിസ് എലമെൻറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി ഈ ആൽഫ 1 u1 പ്ലസ് എക്സെട്ര ആൽഫ n u1 നമുക്ക് എഴുതാം. ഇനി നമ്മൾ രണ്ടും കണ്ടുപിടിക്കാൻ പോവാം. ഏതൊക്കെ? എസ് ഓഫ് ഇസഡും കണ്ടുപിടിക്കണം, ടി ഓഫ് ഇസഡും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എസ് ഓഫ് ഇസഡ് എന്തായിരിക്കും? നമുക്കറിയാം എസും ഇസഡ് ടിയും എന്താണ്? രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷനിലാണ്. ഓക്കെ, നമ്മൾ യുണീക്ക്നെസ് മാത്രമേ പ്രൂവ് ചെയ്യുന്നുള്ളൂ. എസും ടിയും എന്തായിട്ട് എടുത്തിരിക്കുന്നത്? രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷനിലാണ്. അതുകൊണ്ട് തന്നെ എസ് ഓഫ് ഇസഡിനെ നമുക്ക് എന്തെഴുതാം? ലീനിയാരിറ്റി പ്രകാരം ആൽഫ 1 ഇൻറ്റു എസ് ഓഫ് u1 പ്ലസ് എക്സെട്ര ആൽഫ n ഇൻറ്റു എസ് ഓഫ് u നമുക്ക് എഴുതാം. ഓക്കെ, ബേസിസ് എലമെൻറ്റിൽ എസ് ഓഫ് യുവും ടി ഓഫ് യു എന്താണെന്ന് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു, സെയിം ആണ്. എങ്കിൽ ഇതിന് വരെ നമ്മൾ എന്തെഴുതും? ആൽഫ 1 ഇൻറ്റു ടി u1, ബിക്കോസ് എസ് u1 എന്ന് പറയുന്നതും ടി u1 എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. എക്സെട്ര ആൽഫ n ഇൻറ്റു ടി un. എഗെയിൻ ടി എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് ഇത് നമുക്ക് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ആ ടി ഓഫ് ഇസഡ് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തു ഫോർ എനി വെക്ടർ എടുത്താലും എസ് ഓഫ് ഇസഡും ടി ഓഫ് ഇസഡും എന്താണ്? സെയിം ആണ് ഫോർ എനി ഇസഡ് ഇൻ ദ വെക്ടർ സ്പേസ്. ഓക്കെ, ആണ് എനി ഇസഡ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എസ് എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് സെയിം ആണ്, വിച്ച് മീൻസ് ടി ഈസ് എ യുണീക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ.